പാട്ട് പാടുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരുമ്പോൾ ദാവീദിനെ പോലെ ഞാൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. അങ്ങനെയല്ലേ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പാടുന്നത്? When the spirit of the Lord moves upon my heart, I will dance like David. ഡാൻസ് അത് നല്ല കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ ഒക്കുന്നത്? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നൊന്ന് ഒപ്പം ഒന്ന് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡാൻസ് ചെയ്യുമോ? ഒക്കത്തില്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യാനൊക്കത്തില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആരാധനയുടെ ശക്തിയും ആരാധനയുടെ പ്രദർശനവും അകത്ത് നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. പുറത്തു നിന്ന് അകത്തേക്കല്ല, പിന്നെ അകത്ത് നിന്ന് പുറത്തേക്ക്. ഒരു ഉദാഹരണം പറയാം. ഒരാള് ഒരു വെള്ളം ചൂടാക്കാനെ കൊണ്ട് ഗ്യാസ് സ്റ്റൗവിന്റെ പുറത്ത് വെച്ചു എന്ന് വിചാരിക്കുക. ആ ഗ്യാസ് സ്റ്റൗവിന്റെ പുറത്ത് വെക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം അങ്ങോട്ട് ചൂടാക്കി ചായ ഉണ്ടാക്കാൻ വെച്ചതല്ല, അതിന്റെ അകത്തിലെ ഒരു തന്മാത്ര ചൂടാകും. വെള്ളം ഒന്നിച്ചല്ല ചൂടാകുന്നത്, ഒരു തന്മാത്ര ചൂടാകും. ആ ഒരു തന്മാത്ര ചൂടായി കഴിയുമ്പോൾ ആ ചൂടായ തന്മാത്ര അടുത്ത തന്മാത്രയോട് പറയും, ഞാൻ ചൂടായടാന്ന് പറയും, ഞാൻ ചൂടായിരുന്നു. അപ്പൊ ആ തന്മാത്ര പറയാം, നീ ഒന്ന് ചുമ്മാതിരിക്കടാ, ഇതിന്റെ ചൂട് എത്ര കണ്ടതാ. അപ്പൊ ഈ തന്മാത്ര വീണ്ടും പറയാം, അല്ലടാ ഇപ്പൊ പഴയതുപോലുള്ള ചൂടല്ല, ഇത് പുതിയ ചൂടാ, ചൂട് വരികയാണ്. അടിയിൽ നിന്ന് നമ്മൾ അപ്പോഴത്തേന് പെട്ടെന്ന് ഗ്യാസ് സ്റ്റൗവിന്റെ നോബ് ഒന്നുകൂടെ തിരിച്ചു കൊടുത്തു. അടിയിൽ നിന്ന് തീ അങ്ങോട്ട് പിന്നെ കയറുക, ഇത് ഒന്നുകൂടെ ചൂടായി. ചൂടായ ഉടനെ അടുത്ത ചൂടായ തന്മാത്ര പറയാടാ, എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കുന്നില്ല. ആ ചൂട് അടുത്തതിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ ചൂടായി. രണ്ടാമത്തവൻ ചെന്ന് മൂന്നാമത്തവനോട് പറഞ്ഞു, എടാ ഇത് പണ്ട് നമ്മൾ പറഞ്ഞതുപോലല്ല, ഇത് വേറെ ചൂടാ, ഇത് വേറെ ചൂടാ. അവനെ ചൂടാക്കി ചൂടാക്കി തണുത്ത വെള്ളം പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു. എല്ലാവരെയും പെട്ടെന്ന് ഒറ്റയടിക്ക് ചൂടാക്കാൻ ഒക്കത്തില്ല. പതുക്കെ ചൂടായി വരും. പതുക്കെ മരവിച്ചിരിക്കുന്ന മനസ്സുകൾ ചൂടാക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മരച്ചിരിക്കുന്ന മനസ്സുകൾ ചൂടാകണം. അങ്ങനെ ചൂടാകണമെങ്കിൽ അടുത്തതിനോട് ചെന്ന് പറയുകയാണ്. ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അതിനകത്ത് കിടന്ന് ഒരു ഡാൻസ് കളിക്കാൻ തുടങ്ങുക. എന്ന് അവർ പറയുന്ന പറഞ്ഞ, ഞാൻ ചൂടായി. ആ ചൂടായത് മറ്റുള്ളവർക്ക് കൈതൊട്ടാൻ അനുഭവിക്കുവാൻ കഴിയും. മറ്റുള്ളവർക്ക് അതിന്റെ അടുത്ത് ചെന്ന ചൂട് അനുഭവിക്കുവാൻ കഴിയും. ഒരു ആരാധനാ സ്ഥലത്ത് ഒരുത്തൻ ചൂടായാൽ അടുത്തവൻ ചൂടാകും. ആ സഭ ചൂടായാൽ അടുത്തിടക്കത് മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ആരാധനയുടെ ശക്തി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്ന് വരുന്നതല്ല. ആന്തരികമായി നിന്റെ അകത്ത് കത്തി, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അഗ്നി നിന്റെ അകത്ത് കത്തുമ്പോ, ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി നിന്റെ അകത്ത് കത്തുമ്പോ നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നീ തനിയെ ദൈവത്തെ സ്തുതിക്കുകയും തനിയെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് വരും. അതിനെയാണ് നമ്മൾ അന്യഭാഷകളും സ്തുതികളും സ്തോത്രങ്ങളും അവിടെ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലാകും. ഈ ആള് ആരാധിക്കുന്ന ഈ വ്യക്തിക്ക് എന്തോ ഒരു കുഴപ്പമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ വ്യക്തിക്ക് കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ആരാധന എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നതല്ല, മറിച്ച് ആന്തരികമായിട്ടുള്ള ആ സംഗതി അകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധന നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ആരാധനയിൽ നമ്മൾ ദൈവത്തിന് സ്തോത്രം പാട്ടുകൾ പാടുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് നല്ലതാണ്. ഗാനോപകരണം ഭംഗിയായി ഉപയോഗിച്ച് പാടുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് നല്ലതാണ്. അതെല്ലാം നമ്മുടെ ആരാധനയ്ക്ക് സഹായകമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഭാഗ്യമായിട്ടുള്ള സംഗീതോപകരണങ്ങളും വാദ്യോപകരണങ്ങളും ഒക്കെ നമ്മളെ അതിന് സഹായിക്കുന്നതാണ്. അതൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കുമ്പോൾ തന്നെ അതിന്റെ താളത്തിനനുസരിച്ച് ആരാധിച്ചു കഴിഞ്ഞ് അത് നിൽക്കുമ്പോൾ നിന്നുപോകുന്ന ഒരു ആരാധനാ മനോഭാവമല്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞു പോകുമ്പോഴും ആരാധന വിട്ട് കഴിഞ്ഞു പോകുമ്പോഴും ആരാധനയ്ക്കകത്ത് ആ ഹൃദയത്തിനകത്ത് ദൈവം എനിക്ക് ചെയ്ത നന്മകളുണ്ട്, ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങളുണ്ട്, എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല എന്ന് ആന്തരികമായ ഒരു അന്തസത്ത നിന്റെ ആന്തരികത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നീ പോകുന്ന വഴിക്ക് ദൈവത്തെ സ്തുതിക്കും. നീ പോകുന്ന വഴിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തും. നീ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നീ ഓഫീസിലായിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നീ കുടുംബത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആന്തരികമായി നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വന്ന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അതാണ് ആരാധനയുടെ ശക്തി.
ആരാധനയുടെ ശക്തി അതാണ്. നീ എനിക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ കർത്താവേ നിനക്ക് എന്താണ് പകരം തരേണ്ടത്? നീ ഓർത്തു കഴിയുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് അതേ കണ്ണുനീരുകൾ ചിലപ്പോൾ പൊഴിഞ്ഞു വീഴും. നിന്റെ ഹൃദയം തുടിക്കും. ചിലപ്പോൾ നീ ശാന്തമായി ഇരുന്നു പോകും. ചിലപ്പോൾ നീ ദൈവത്തോട് നന്ദിയുള്ളവളായി ഇരുന്നു പോകും. ചിലപ്പോൾ നീ ദൈവത്തിന്റെ സ്തോത്രം കരങ്ങൾ കെട്ടി ഒരു നിർനിമിഷനായി നീ ഇരുന്നു പോകും. ദൈവത്തിന്റെ സ്നേഹം നീ ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആരാധനയുടെ ശക്തി എന്ന് പറയുന്നത്, ആരാധനയുടെ കൃപ എന്ന് പറയുന്നത്, ആരാധനയുടെ ആ സാധ്യത എന്ന് പറയുന്നത് ആന്തരികമായി നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്ന ആ വലിയ ദൈവശക്തിയുടെ ആ ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് ഓർക്കുകയാ. ഇതൊരു പകൽക്കാലം ദൈവത്തിന്റെ കൃപകളെ നിങ്ങൾ ധ്യാനിച്ചു നോക്കുക. എണ്ണി ദൈവത്തിന്റെ നന്മകളെ നിങ്ങൾ ഓർത്തു നോക്കുക. ആമേൻ. ഇവിടെ പന്തപ്പം പറയുകയാണ്, പൗലോസ് പറയുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ, എല്ലാരും ചെയ്യുന്നു എന്ന് പറയുന്നില്ല, പിന്നെ ചിലര്, അങ്ങനെ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇനി എങ്ങനെ ആരാധനയെ ഉപേക്ഷയായി വിചാരിക്കുന്നത്? ഉപേക്ഷയായി വിചാരിക്കാം. ഒരാൾ ആരാധനയ്ക്ക് ഒരിക്കൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ, ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ ഭാര്യയോട് പോയി ചോദിച്ചു, അമ്മാമേ, ഇവിടെ ഡോറിൽ തൂക്കിയിട്ടിരിക്കുന്ന കർട്ടന് എത്ര ആനയുണ്ടെന്ന് അമ്മാമയ്ക്ക് അറിയാമോ? അപ്പോ പാസ്റ്ററുടെ വൈഫ് ചോദിച്ചു, എടാ ഞാനതെങ്ങനെ അറിയുന്നത്, നിനക്കറിയാമോ? ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞു, പിന്നെ ഞായറാഴ്ച 10 മണി മുതൽ 1:30 വരെ എനിക്ക് എന്നാ പണി? ആരാധന തുടങ്ങുന്നത് 10 മണിക്കാണ്, അവസാനിക്കുന്നത് 1:30 മണിക്കാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, 10 മണി മുതൽ 1:30 വരെ എനിക്ക് എന്നാ പണി? അപ്പൊ പുള്ളി ആരാധനയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ ഇരുന്ന് എന്തുവാ ചെയ്യുന്നേ? ആനയില്ല. നമുക്കിതുപോലെ ചെയ്യാം. ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്, പോകണ്ടേ? പോണം. വന്നിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ദൈവം ഹൃദയത്തിനകത്തിരിക്കേണ്ടതിന് പകരം, ആരാധന ശ്രദ്ധിക്കേണ്ടതിന് പകരം, സ്തോത്രം പറയേണ്ടതിന് പകരം, ദൈവത്തിന് നന്ദി പറയേണ്ടതിന് പകരം മറ്റെന്തെങ്കിലുമൊക്കെ കാര്യമാണ്. തമ്പുരാനെ ഇത് എപ്പോഴും തീർന്നു കിട്ടും. ഞാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാ നമ്മുടെ മനസ്സിനകത്തേക്ക്. അപ്പോൾ ആരാധനയെ ഉപേക്ഷയായി വിചാരിക്കുക. മറ്റു ചില ആളുകളുണ്ട് ആരാധനയ്ക്ക് വാക്യം തപ്പുന്നവരുണ്ട്. ചിലർ ആരാധനയ്ക്ക് വന്നിരുന്ന വേദപുസ്തകം വായിക്കുന്നു. ഇവിടെ അങ്ങനെയുള്ളവരൊന്നും കണ്ടില്ല. പക്ഷെ പല ആളുകളും വേദപുസ്തകം വായിക്കുന്നത് ഞാൻ പറയാറുണ്ട്, അപ്പോഴെങ്കിലും ഒന്ന് വായിച്ചോ. ആരാധനയ്ക്ക് വേദപുസ്തകം വായിക്കുന്നവരുണ്ട്. ശരിയല്ല, നല്ല മനോഭാവമല്ല. ആരാധന ഉപേക്ഷയായി വിചാരിക്കുക. ആരാധന സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു വ്യക്തിക്ക്, ആരാധന സീരിയസ് ആയിട്ട് എടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ആരാധനയുടെ ഒരു നന്മകളും പ്രാപിപ്പാൻ കഴിയത്തില്ല. ആരാധനയ്ക്ക് ആരാധന നമ്മൾ എടുക്കേണ്ട നിലയിൽ തന്നെ അതിനെ എടുക്കണം. ആരാധനയെ അത് ഉപേക്ഷയായി നിങ്ങൾ വിചാരിക്കരുത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ട് എടുക്കരുത്. നിങ്ങൾ എടുക്കേണ്ട നിലയിൽ തന്നെ എടുക്കണം. ദൈവത്തിന് സ്തോത്രം. എടുക്കേണ്ട നിലയിൽ തന്നെ നിങ്ങൾ അതിനെ എടുക്കണം. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയാൽ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകുമോ? നിങ്ങളൊരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്നുള്ള ഉറപ്പുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എഴുന്നേറ്റ് പോകുമോ? പോകുകയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ആരാധനയ്ക്ക് നിങ്ങൾ 16 പ്രാവശ്യം വെളിയിൽ പോകും. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് നിങ്ങളല്ല, മിക്ക ആളുകൾ ഇവിടുന്ന് ആരും പോകുന്നില്ല. അതിനായി സ്തോത്രം. ആരാധനയെ ഉപേക്ഷയായി വിചാരിക്കുന്നതാണ്. ആരാധനയിൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ഭക്തിയോടും